വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക് പോവുകയാണ്. ശബരിമലയിൽ അനിയന്ത്രിത ഭക്തജന തിരക്ക് ഹൈക്കോടതി രൂക്ഷമായ വിമർശനം ഇപ്പോൾ ഉന്നയിച്ചിരിക്കുന്നു. ദേവസ്വം ബോർഡിന് ഏകോപനമില്ലായ്മയെന്ന കോടതിയുടെ സുപ്രധാനമായ നിരീക്ഷണം വന്നിരിക്കുകയാണ്. 6 മാസം മുമ്പേ എങ്കിലും കാര്യങ്ങൾ ചെയ്യണമായിരുന്നു. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നമ്മളൊക്കെ ചോദിക്കുന്ന അതേ ചോദ്യമാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഇപ്പോൾ ചോദിച്ചിരിക്കുന്നത്. പറഞ്ഞതൊന്നും നടപ്പിലാക്കിയില്ല, പറഞ്ഞതൊന്നും നടത്തിയില്ല എന്ന അതിരൂക്ഷമായ വിമർശനം ഉണ്ടാകുന്നു ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന്. ഇത്രയും പേരെ എന്തിനാണ് കയറ്റുന്നത്? ശാസ്ത്രീയമായ രീതിയിൽ കാര്യങ്ങൾ ക്രമീകരിക്കണം എന്ന വളരെ പ്രധാനപ്പെട്ട പോയിന്റ് കൂടി ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുകയാണ്. ശാസ്ത്രീയമായ രീതിയിൽ കാര്യങ്ങൾ ക്രമീകരിക്കണം. 6 മാസം മുമ്പെങ്കിലും മുന്നൊരുക്കങ്ങൾ തുടങ്ങണമായിരുന്നു. നമ്മളിതാ ചോദിച്ചുകൊണ്ടിരിക്കുന്ന അതേ ചോദ്യം ഈ RIF-നെ എപ്പോഴാണ് ആവശ്യപ്പെട്ടത്? ഈ NDRF സംഘത്തെ എപ്പോഴാണ് ആവശ്യപ്പെട്ടത്? എവിടെയാണ് കാര്യങ്ങൾ കൈവിട്ടു പോയത്? ആ ചോദ്യം തന്നെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഇപ്പോൾ ചോദിക്കുകയാണ്. എന്താണ് നിങ്ങളൊന്നും ചെയ്യാത്തത് എന്ന് പരസ്യമായി തന്നെ, ചുരുക്കി പറഞ്ഞാൽ ദേവസ്വം ബോർഡിനെയും ഒപ്പം തന്നെ സംസ്ഥാന സർക്കാരിനെയും എടുത്ത് കുടഞ്ഞിരിക്കുകയാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി. സെക്ടർ തിരിച്ച് എത്ര പേർക്ക് നിൽക്കാനാകുമെന്ന് വ്യക്തതയുണ്ടാകണം. ഈ കാര്യങ്ങളൊക്കെ കൃത്യമായ ഒരു കണക്കുണ്ടാവണം. എന്നാൽ നിങ്ങൾക്കതൊന്നും ചെയ്തില്ല, നിങ്ങളതൊന്നും ചെയ്തില്ല. ശബരിമലയിലെ മുന്നൊരുക്കങ്ങളിലെ വീഴ്ച കടുത്ത അതൃപ്തിയാണ് ഇപ്പോൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതി പ്രകടിപ്പിച്ചിരിക്കുന്നത്. 90,000 പേരെ കയറ്റാൻ അനുവദിക്കണമെന്നാണ് ദേവസ്വം ബോർഡ് ആവശ്യപ്പെട്ടത്. പക്ഷേ ഈ 90,000 പേരെ എവിടെ മുതൽ എവിടെ വരെ നിർത്തുമെന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻ കൂടി ബഹുമാനപ്പെട്ട ഹൈക്കോടതി ചോദിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ജിജീഷ് തയ്യാറാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. PCR കുറഞ്ഞത് 3-4 മാസം മുമ്പേ ഒരുക്കങ്ങൾ നടത്തണമായിരുന്നു. തീർച്ചയായും ബഹുമാനപ്പെട്ട ഹൈക്കോടതി ആഞ്ഞടിച്ചിരിക്കുകയാണ്. എവിടെയായിരുന്നു ഇത്രയും സമയം? ജിജീഷ്. ശ്യാം, വലിയ ഒരു വിമർശനം തന്നെയാണ് കോടതിയിൽ നിന്ന് ഇക്കാര്യത്തിൽ ഉണ്ടായിരിക്കുന്നത്. ശബരിമലയിലെ അനിയന്ത്രിതമായ തിരക്ക് അത് ഉണ്ടാകുമ്പോൾ അത് നിയന്ത്രിക്കാനുള്ള നടപടികൾ ശ്യാം സൂചിപ്പിച്ചതുപോലെ തന്നെ വളരെ നേരത്തെ തന്നെ സ്വീകരിക്കേണ്ടതായിരുന്നു. എന്നാൽ അത്തരം നടപടികളൊന്നും തന്നെ ദേവസ്വം ബോർഡോ സർക്കാർ സംവിധാനങ്ങളോ ചെയ്തില്ല. അതുകൊണ്ട് തന്നെയാണ് ഭക്തരെ വളരെയധികം ഈ ബുദ്ധിമുട്ടിക്കുന്നത്. എത്രമാത്രം തിരിച്ച് അവിടെ ദർശനം നടത്താൻ കഴിയാതെ ശബരിമലയിൽ നിന്ന് തിരിച്ചു പോകേണ്ടി വരുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് വരെ കാര്യങ്ങൾ എത്തുന്നു എന്ന് പറയുമ്പോൾ ഒരുക്കങ്ങൾ നടത്തണമായിരുന്നു എന്ന് വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി. ഒരുപക്ഷെ കോടാനുകോടിക്കണക്കിന് വരുന്ന അയ്യപ്പ ഭക്തരുടെ ഒക്കെ ഹൃദയത്തിൽ ഉയർന്ന ആ ചോദ്യങ്ങൾ തന്നെയാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഇപ്പോൾ കൃത്യമായി തന്നെ ചോദിച്ചിരിക്കുന്നത്. 6 മാസമെങ്കിലും, കുറഞ്ഞത് 3-4 മാസം മുമ്പെങ്കിലും ഈ ഒരുക്കങ്ങളൊക്കെ നിങ്ങൾ നടത്തണ്ടേ? പോലീസ് മാത്രം പോരാ ബഹുമാനപ്പെട്ട ഹൈക്കോടതി. ശ്യാം, തീർച്ചയായും ഈ അവിടെ എത്തിയ എത്രയോ ഭക്തർ നമ്മളെ അടക്കം അവർ ആ ദുരിതങ്ങൾ മനസ്സിലാക്കുന്നതിന് വേണ്ടി പലരെയും അവർ വിളിക്കുന്നുണ്ടായിരുന്നു. അത്രമാത്രം കഷ്ടപ്പെട്ടു പോയ ആളുകൾ ശബരിമല ദർശനത്തിന് എത്തി ആ തിക്കിലും തിരക്കിലും ഒരു പക്ഷേ ജീവൻ പോലും നഷ്ടപ്പെടുന്ന സ്ഥിതിവിശേഷത്തിലേക്ക് പോലും അത്രയും തിക്കും തിരക്കിലും അനുഭവിക്കേണ്ടി വന്ന ഭക്തർ, അത് ആദ്യത്തെ തവണയല്ല, ഓരോ തവണയും ശബരിമല സീസൺ വരുമ്പോൾ, ശബരിമല മണ്ഡലകാലം വരുമ്പോൾ ഭക്തർ ഇതേ ദുരിതം തന്നെ അനുഭവിക്കുന്നു. എങ്ങനെ പരിഹാരം കാണണം എന്നത് സംബന്ധിച്ച് യാതൊരു കൃത്യമായ ഒരു നിർദ്ദേശങ്ങളോ മാർഗനിർദ്ദേശങ്ങളോ നടപടിക്രമങ്ങളോ ചിട്ടയായ ഒരു പ്ലാനോ ഒന്നും തന്നെ ഇല്ലാതെ സർക്കാർ കൃത്യം മുന്നോട്ട് പോകുന്നു എന്നത് തന്നെയാണ് അതിലേറ്റവും പ്രധാനം. കോടതി ഏറ്റവും ഒടുവിൽ, കാരണം പല ഘട്ടങ്ങളിലും കോടതി ഇക്കാര്യത്തിൽ ശക്തമായി തന്നെ ഇടപെട്ടിരുന്നു. കോടതിയുടെ ചില നിർദ്ദേശങ്ങളടക്കം മുന്നോട്ട് വന്നിരുന്നു. എങ്ങനെയെല്ലാമുള്ള നടപടികൾ സ്വീകരിക്കണം എന്നതെല്ലാം സംബന്ധിച്ച് കൃത്യമായ സമയങ്ങളിൽ കോടതി തന്നെ നിരീക്ഷണങ്ങളെല്ലാം തന്നെ നടത്തിയതാണ്. എന്നാൽ അതെല്ലാം തന്നെ പാലിക്കപ്പെട്ടില്ല എന്നതാണ് ഏറ്റവും പ്രധാനം. ഇവിടെ കോടതിയിൽ നിന്ന് വരുന്ന റിപ്പോർട്ടുകൾ ഏറ്റവും പ്രധാനം. ഇത്രയും പേരെ എന്തിന് കയറ്റുന്നു എന്ന ചോദ്യം കോടതി ചോദിച്ചിരിക്കുന്നു. ശാസ്ത്രീയമായ രീതിയിൽ കാര്യങ്ങൾ ക്രമീകരിക്കണം. 6 മാസം മുമ്പെങ്കിലും മുന്നൊരുക്കങ്ങൾ തുടങ്ങണമായിരുന്നു എന്നതാണ് കോടതി പറഞ്ഞത്. ഇത് പറഞ്ഞതൊന്നും നടപ്പിലാക്കിയില്ല. അവിടെയാണ് പോയിന്റ്. ജിജീഷ്, ഐസൻ ജോസ് കൂടി ചേരുകയാണ്. ഐസൻ, ജിജീഷ് ദയവായി തുടരുക. പറഞ്ഞതൊന്നും നടപ്പിലാക്കിയില്ല. ബഹുമാനപ്പെട്ട കോടതി കൃത്യമായി തന്നെ ചോദ്യമുന ചോദിച്ചിരിക്കുകയാണ്. എന്തായിരുന്നു നിങ്ങൾക്ക് പരിപാടി? എന്തായിരുന്നു നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്? കഴിഞ്ഞ 3-4 മാസം മുമ്പെങ്കിലും കുറഞ്ഞത് ഒരുക്കങ്ങളെല്ലാം പൂർത്തിയാക്കണ്ടേ? അതിനെപ്പറ്റി ആലോചനകൾ നടത്തണ്ടേ? അവലോകന യോഗങ്ങൾ നടത്തണ്ടേ? ഇത്രയും വലിയ ഭക്തജന പ്രവാഹം ഉണ്ടാകുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ആരാധനാലയമല്ലേ ശബരിമല. നിങ്ങൾ എന്താണ് ചെയ്തത്? പറഞ്ഞതൊന്നും നിങ്ങൾ ചെയ്തിട്ടില്ല, നടപ്പിലാക്കിയിട്ടില്ല. അതിരൂക്ഷമായ വിമർശനം.
തീർച്ചയായും ശ്യാം, ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതിരൂക്ഷമായൊരു വിമർശനം തന്നെയാണ് ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന് ഈ വിഷയത്തിലുണ്ടായിരിക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ നേരത്തെ തന്നെ പലതവണ, അതായത് ഹൈക്കോടതി മുന്നൊരുക്കങ്ങൾ സംബന്ധിച്ച വിഷയം പരിഗണിക്കുമ്പോൾ ഇത്രയും പേർ വന്നു കഴിഞ്ഞാൽ ഇത്രയും ശൗചാലയങ്ങൾ മതിയോ എന്ന ചോദ്യം നേരത്തെ ചോദിച്ചിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ എവിടെയായിരുന്നു ഇത്രയും വലിയ സംവിധാനം അല്ലെങ്കിൽ ഇത്രയും വലിയൊരു സംഗമം നടക്കുന്നൊരു വേളയിൽ, അതായത് മണ്ഡലകാലം നടക്കുന്നൊരു വേളയിൽ, ഇത്രയും അയ്യപ്പന്മാർ എത്തുന്നൊരു വേളയിൽ എന്ത് മുന്നൊരുക്കമാണ് നിങ്ങൾ നടത്തിയത്? വീണ്ടും വന്നിരിക്കുന്നു. പോവുകയാണെങ്കിൽ വലിയ ദുരന്തം ഉണ്ടാകുമെന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഓർമ്മിപ്പിക്കുകയാണ്. ഇത് അനുവദിക്കാനാകില്ല, ഒരു കാരണവശാലും ഇത് അനുവദിക്കാനാകില്ല. ഇതാ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു പോയിന്റ്. കേവലം ഒരു ഉത്സവം നടത്തുന്ന പോലെയാണോ ശബരിമലയിലെ മുന്നൊരുക്കങ്ങൾ നടത്തേണ്ടത്, അതോ ഇത്ര അധികം ലാഘവത്തോടു കൂടിയാണോ നിങ്ങൾ ഈ വിഷയം കാണുന്നത് എന്ന വളരെ പ്രധാനപ്പെട്ട ചോദ്യം. കുട്ടികളുമായി വരുന്നവരുടെ ബുദ്ധിമുട്ട് മനസ്സിലാക്കണം. ആളുകൾക്ക് ക്യൂവിൽ ശ്വാസം മുട്ടും, ശുചിമുറി വൃത്തിയാക്കാൻ ആളില്ല, വെള്ളമില്ല, കുടിവെള്ളമില്ല. 8 മണിക്കൂർ ക്യൂ നിൽക്കുകയല്ല ആളുകളൊന്നും, 8 മണിക്കൂറിലധികം ക്യൂ നിൽക്കുകയല്ലേ ആളുകളെന്നും കോടതിയുടെ സുപ്രധാനമായ ചോദ്യം. ഐസൻ, ഇതിനപ്പുറം എന്താണ്? അതിരൂക്ഷമായ വിമർശനം. ദുരന്ത മുന്നൊരുക്കം തന്നെ നടത്തേണ്ട, അല്ലെങ്കിൽ ദുരന്തങ്ങൾ ഉണ്ടാകാതിരിക്കാനുള്ള മുന്നൊരുക്കം തന്നെ നടത്തേണ്ടത് അത്രയും ഗൗരവമേറിയ ഒരു പശ്ചാത്തലം. അതാണ് ഈ ഉത്സവം നടത്തുന്നത് പോലെ ലളിതമായി നടത്താവുന്നതാണോ എന്ന ചോദ്യത്തിൻ്റെ അർത്ഥം. നമുക്കറിയാവുന്നതാണ് 40 ദിവസം നീണ്ടു നിൽക്കുന്ന മണ്ഡലകാലം. അത്തരത്തിലുള്ള വലിയൊരു കാലയളവിൽ നിരവധി ഭക്തർ, അതായത് ദക്ഷിണേന്ത്യയിലെ മുഴുവൻ, ഏതാണ്ട് വലിയ തോതിൽ ദക്ഷിണേന്ത്യയിൽ നിന്ന് മുഴുവനും അതുപോലെ തന്നെ വിദേശത്ത് നിന്ന് പോലും ഭക്തരെത്തുന്ന വലിയൊരു സംഗമമാണ് അയ്യപ്പ സംഗമം. അയ്യപ്പ ക്ഷേത്രവും കൂടിയായ ശബരിമലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട മണ്ഡലകാലം. ആ മണ്ഡലകാലത്ത് ഇത്രയും അയ്യപ്പന്മാർ എത്തുന്നൊരു സാഹചര്യത്തിൽ എന്തടിസ്ഥാനത്തിലാണ് ഇത്രയും നിരുത്തരവാദപരമായ നിലപാടുകൾ തങ്ങൾ സ്വീകരിച്ചത് എന്നാണ് കൃത്യമായി ചോദിക്കുന്നത്. ഇന്നലെ സൂചിപ്പിച്ച, അതായത് തിക്കും തിരക്കിലും പെട്ട് ശ്വാസം മുട്ടിയ കുട്ടികളുടെ ദൃശ്യങ്ങളെല്ലാം തന്നെ ഇന്നലെ നമ്മൾ കണ്ടതാണ്. അത്തരത്തിൽ ശ്വാസം മുട്ടിപ്പോയ കുട്ടികളെയെല്ലാം തന്നെ കൃത്യമായും ആ വിഷയമെല്ലാം കൈകാര്യം ചെയ്യുന്നതിനുള്ള ഇടപെടൽ താങ്കൾ നടത്തിയിരുന്നു, അല്ലെങ്കിൽ കോടതി ബോർഡിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. ഇത്തരത്തിൽ വലിയ തോതിൽ ജനങ്ങളെത്തുന്നു. അതായത് ഒരു ദിവസം 90,000 പേരെ വേണം, 70,000 പേര് ഇപ്പോൾ കയറ്റാൻ അനുമതിയുണ്ട്. അത്തരത്തിലുള്ള വിവിധങ്ങളായ വിഷയങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, ലക്ഷക്കണക്കിന് ഭക്തർ ഓരോ ദിവസവും വന്നു പോയിക്കൊണ്ടിരിക്കുന്ന ആ പ്രദേശത്തെ സർക്യൂട്ടുകളെ മുഴുവൻ, അതായത് റെയിൽ സർക്യൂട്ടുകളെ മുഴുവൻ തിരക്കേറിയതാക്കി മാറ്റുന്ന വലിയൊരു ഭക്തജന സംഗമം തന്നെയാണ് ഈ മണ്ഡലകാലം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അത്രയും ഭക്തരെത്തുമ്പോൾ എന്ത് മുന്നൊരുക്കമാണ് ചെയ്തത്? ഇങ്ങനെ പോയാൽ വലിയ ദുരന്തമുണ്ടാകുമെന്ന് തന്നെ പറയുന്നു. അതായത് നമുക്കറിയാവുന്നതാണ്, പല ഇടങ്ങളിലും ദുഃഖാർത്ഥമായ ചില സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പുല്ലുമൂട്ടിലും അതുപോലെ തന്നെ മറ്റു തിക്കിലും തിരക്കിലും പെട്ട് മരിച്ച സംഭവങ്ങളെല്ലാം തന്നെ ശബരിമലയിൽ നേരത്തെ ഉണ്ടായിട്ടുണ്ട്. ഇത്തരത്തിലുള്ള അപകടങ്ങൾ ഉണ്ടായേക്കാവുന്ന ഒരു സാഹചര്യം മുന്നിലുണ്ടായിട്ടും, അല്ലെങ്കിൽ അത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടും നിരുത്തരവാദപരമായൊരു നിലപാട് എന്തടിസ്ഥാനത്തിൽ സ്വീകരിക്കുന്നു, അല്ലെങ്കിൽ ഇത്രയും ഉത്തരവാദിത്തപരമായ നിലപാടുകൾ എന്തുകൊണ്ട് സ്വീകരിക്കുന്നു എന്ന അതിരൂക്ഷമായ വിമർശനമാണ് മുന്നോട്ട് വെച്ചിരിക്കുന്നത്. തീർച്ചയായും മറ്റൊരു വിഷയം കൂടിയുണ്ട്. അതായത് ഈ ക്യൂവിൽ നിൽക്കുന്ന ഭക്തർക്ക് വെള്ളം കൊടുക്കാനോ അല്ലെങ്കിൽ ആവശ്യത്തിന് ഭക്ഷണം ലഭ്യമാക്കാനോ ഉള്ള സംവിധാനങ്ങളൊന്നുമില്ല. അതുകൊണ്ട് തന്നെ വെള്ളം കിട്ടാതെ കുട്ടികൾ വലയുന്ന ദൃശ്യങ്ങൾ ഇന്നലെ എല്ലാ മാധ്യമങ്ങളും പുറത്തുവിട്ടു. ജനം ടി വിയിലൊക്കെ കൃത്യമായി അതിൻ്റെ ദുരന്തങ്ങൾ അവർ പങ്കുവയ്ക്കുകയും ചെയ്തു. ഇനി ഒരിക്കലും ശബരിമലയിലേക്ക് വരില്ല എന്ന് പോലും ഭക്തർ പറയുന്ന അത്രയും കടുത്ത നിലപാടുകളിലേക്ക് ഭക്തരെ കൊണ്ടെത്തിക്കുകയും പലരും ഇരുമുടിക്കെട്ട് പലയിടങ്ങളിലും നിക്ഷേപിച്ച് അല്ലെങ്കിൽ മാറ്റിവെച്ച് സന്നിധാനത്തെത്താതെ പോകുന്ന സാഹചര്യം, അത്തരത്തിലുള്ള വലിയൊരു ബുദ്ധിമുട്ട് ഈ ഭക്തർക്കെല്ലാം തന്നെ ഉണ്ടാക്കിയിരുന്നു. അതുപോലെ തന്നെ ശുചിമുറിയിൽ വെള്ളമില്ലാത്ത വിഷയം, അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നേരത്തെ തന്നെ ചൂണ്ടിക്കാട്ടിയിരുന്നു. ഈ ദുരന്തമുണ്ടാകുന്നത് അനുവദിക്കാനാവില്ല. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എടുത്തു പറയേണ്ടത്, ശബരിമലയിലെ മുന്നൊരുക്കങ്ങൾ സംബന്ധിച്ച യാതൊരു ചർച്ചകളോ നിരീക്ഷണങ്ങളോ അല്ലെങ്കിൽ അതിനുള്ള ഇടപെടലുകളോ ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്തു നിന്നുണ്ടായില്ല. കേവലം ഉത്സവം നടത്തുന്നത് പോലെ, അത് 1-2 ദിവസം മാക്സിമം ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന ഒരു പ്രാദേശിക ഉത്സവം എന്ന രീതിയിൽ ശബരിമലയിലെ ഈ മണ്ഡലകാലത്തെ വിലയിരുത്തുകയാണോ അല്ലെങ്കിൽ അത്തരത്തിൽ പ്രവർത്തിക്കുകയാണോ വേണ്ടത്? അല്ലെങ്കിൽ വലിയ തോതിൽ ഭക്തരെത്തുന്ന, അല്ലെങ്കിൽ ഇത്രയും ദിവസങ്ങളോളം ഭക്തർ ഇങ്ങനെ തുടർച്ചയായി വരികയും ആ പ്രദേശത്തേക്ക് റെയിലും റോഡും വിമാനവും വഴി നിരവധി ഭക്തർ എത്തുകയും ചെയ്യുന്ന വലിയൊരു മാനേജ്മെൻറ്റ് സംവിധാനം നിലനിർത്തേണ്ട ഒരു സംവിധാനത്തിൽ ഇത്രയും നിരുത്തരവാദപരമായ ഒരു നീക്കം നടത്തിയത് എന്തുകൊണ്ട് എന്നതാണ് ഉന്നയിക്കപ്പെട്ടിരിക്കുന്ന ചോദ്യം. ഇന്നലെ നമുക്കറിയാവുന്നതാണ്, വലിയ തോതിൽ ട്രാഫിക് ബ്ലോക്ക് എല്ലാം തന്നെ ഉണ്ടായിരുന്നു. അതൊക്കെ സംബന്ധിച്ചുള്ള പരാമർശങ്ങൾ ഇനി പോലീസിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്ന നിരീക്ഷണങ്ങളെല്ലാം തന്നെ ഇനി പറയുകയാണെങ്കിൽ വലിയ തോതിൽ ആഘാതമുണ്ടാക്കുന്ന നിരീക്ഷണമായിരിക്കും ഒരു പക്ഷേ സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടാവുക. അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകരുതെന്ന ഒരു നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഭക്തരുടെ എണ്ണം കുറയ്ക്കണമെന്ന നിർദ്ദേശവും ഇപ്പോൾ നൽകിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇന്നലെ 20,000 പേർക്ക് സ്പോട്ട് ബുക്കിംഗ് അനുവദിക്കുന്നതിന് പകരം 37,000 പേർ കയറി വന്നു, അല്ലെങ്കിൽ അവർക്ക് സ്പോട്ട് ബുക്കിംഗ് അനുവദിക്കുന്ന സാഹചര്യം ഉണ്ടായി എന്ന റിപ്പോർട്ടുകളൊക്കെ പുറത്തു വന്നിരുന്നു. ഇത്തരത്തിൽ നിരവധിയായ പ്രശ്നങ്ങൾ ശബരിമലയിലെ മോബ് മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ ആ ക്രൗഡ് മാനേജ്മെൻറ്റുമായി ബന്ധപ്പെട്ട്, ജനങ്ങളെ നിയന്ത്രിക്കുന്നതുമായി ബന്ധപ്പെട്ട് പോലീസിംഗ് സംവിധാനത്തിൻ്റെയും അതുപോലെ മറ്റു മുന്നൊരുക്കങ്ങൾ അടിസ്ഥാനപരമായി ഒരുക്കുന്നതിൻ്റെ ഭാഗവുമായി
പൂർണ്ണമായും നടക്കാതിരിക്കുകയും ചിലയിടങ്ങളിൽ ബാരിക്കേഡുകൾ പോലും ഇല്ലാതിരുന്നു എന്ന റിപ്പോർട്ടുകളും പുറത്തു വന്നിരുന്നു. ഇത്തരത്തിൽ അതിസങ്കീർണമായ ഒരു പശ്ചാത്തലത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കുകയും പ്രത്യേകിച്ച് മഴ ഉൾപ്പെടെയുള്ള ഒരു സാഹചര്യത്തിൽ ഇത്രയും വലിയ നിരുത്തരവാദപരമായ നിലപാട് സ്വീകരിച്ചത് ഇനി ആവർത്തിക്കരുത് എന്ന അന്തിമ നിർദ്ദേശം, അന്തിമ മുന്നറിയിപ്പ് തന്നെയാണ് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നതെന്നാണ് കോടതിയുടെ മറുപടികളിലും കോടതിയുടെ പരാമർശങ്ങളിൽ നിന്നും നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കുന്നത്. സൈസൺ, ഇത് സ്വാഭാവികമായും ഇത് സർക്കാരിനും അതോടൊപ്പം തന്നെ ദേവസ്വം ബോർഡിനെയും സംബന്ധിച്ച് വലിയ തിരിച്ചടിയാണെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം നമുക്കറിയാം, ഈ ശബരിമലയിലെ സ്വർണ്ണക്കവർച്ചയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതി സർക്കാരിനെയും ദേവസ്വം ബോർഡിനെയും രൂക്ഷ ഭാഷയിൽ വിമർശിച്ചതാണ്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ മണ്ഡലകാലം ഈ രീതിയിൽ കൊളവാക്കിയതിന് പിന്നിലും ദേവസ്വം ബോർഡിന് പങ്കുണ്ടെന്നും സംസ്ഥാന സർക്കാരിന് ഇതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ കഴിയില്ല എന്ന രീതിയിലുള്ള കൃത്യമായ വിശദീകരണം ഇപ്പോൾ കോടതിയുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്നത്. അതായത് കഴിഞ്ഞ ദിവസം നമ്മൾ റിപ്പോർട്ട് ചെയ്ത കാര്യങ്ങൾ അതുതന്നെയാണ് കൃത്യമായി ഹൈക്കോടതിയും ചൂണ്ടിക്കാണിക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. അതായത് ആളുകൾ ക്യൂവിൽ ശ്വാസം മുട്ടുന്നു, ശുചിമുറികൾ വൃത്തിയാക്കാൻ ആളില്ല, വെള്ളമില്ലാതെ മണിക്കൂറുകളോളം കൊച്ചു കുട്ടികൾ മാളികപ്പുറങ്ങൾ ഉൾപ്പെടെ ക്യൂ നിൽക്കുകയാണ്. അപ്പോൾ കൃത്യമാണല്ലോ ഐസൺ. അതായത് നമ്മൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ചൂണ്ടിക്കാണിച്ച അതേ കാര്യങ്ങൾ തന്നെയാണ് ഇപ്പോൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയും സർക്കാരിന് മുമ്പാകെ വയ്ക്കുന്നത്.